അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അക്കാലത്ത് അള്ളാഹു ഇലാഹല്ലേ? അന്ന് ഇബാദത്തും നടന്നോ? ആബിദുണ്ടോ? അപ്പൊ അള്ളാഹു ഇലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ഇബാദത്തിന് അർഹനാണ് എന്നാ. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ തൗഹീദ് തെറ്റും. മുതഫർരിദിനതാ അതിനെ പഠിക്കണം. അൽ മുതഫർരിദ് ബിൽ ഉലൂഹിയ്യത്തി, അൽ മുതഫർരിദ് ബിൽ ഉലൂഹിയ്യത്തി. നടാട പള്ളി ദർസിൽ കൊണ്ട് ചേർക്കുമ്പം തന്നെ ആദ്യം നൽകപ്പെടുന്ന പണ്ടത്തെ മുതഫർരിദിന്റെ പാഠം തന്നെ അൽ മുതഫർരിദ് ബിൽ ഉലൂഹിയ്യത്തി, ഇലാഹായിരിക്കൽ കൊണ്ട് തനിച്ച് നിൽക്കുന്നവൻ. അത് അള്ളാഹുവിൻ്റെ സ്വന്തമായ വിശേഷണമാണ്, ഇലാഹായിരിക്കുക. അവിടെ ശിർക്ക് വരുമ്പോഴാണ് ഷിർക്ക് എന്നത് വരിക. ഇലാഹായിരിക്കുന്നതിൽ, അതായത് ആരാധനക്കും ഇബാദത്തിനും അർഹനായിരിക്കുക എന്നത് അള്ളാഹുവിന് പുറമെ വല്ലതിനും സങ്കല്പിച്ചാൽ കൂട്ടുദൈവങ്ങളെ കൂട്ടിച്ചേർക്കലായി, ഷിർക്കായി. ഏകദൈവത്തിലുള്ള വിശ്വാസം, ഇബാദത്തിന് അർഹനായ ദൈവം അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിച്ചാൽ തൗഹീദ്. ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ നേരെ മാറ്റം ബഹുദൈവ വിശ്വാസം. എൻ്റെ സാധാരണക്കാരെ എട്ടും പൊട്ടും തിരിയാൻ പ്രായമില്ലാത്ത ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനാണ് നമ്മളിങ്ങനെ പറയുന്നത്. എല്ലാവർക്കും അല്ലാത്തവർക്കൊക്കെ തിരിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായിട്ടുള്ള ഇലാഹ്, ഇബാദത്തിന് അർഹനായിട്ടുള്ള ഒരു ധാത്തുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അല്ല, അള്ളാഹുവിന് പുറമെ ലാത്തയും ഉസ്സയും മറ്റേതെങ്കിലും ഒരു ശക്തിയും കല്ലും ഉള്ളും ഇതൊക്കെ ഇബാദത്തിന് അർഹനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസമായി ശിർക്കായി. ഇങ്ങനെയുള്ള ശിർക്ക് മുസ്ലിമീങ്ങളിലുണ്ടെന്ന് തെളിയിക്കാൻ വഹാബിക്കാവൂല. ലോകത്തിൽ കഴിഞ്ഞ കാലം വരേക്കുമുള്ള പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ശിർക്കിനെ നിർവചിച്ച നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ശിർക്കുണ്ടെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ സമൂഹത്തിൽ, സമുദായത്തിൽ ശിർക്ക് നടക്കുകയില്ല ഖിയാമത്ത് നാൾ വരെയെന്നും. മുഅ്മിനീങ്ങളൊക്കെ മരിച്ച ശേഷം ഖിയാമത്ത് നാൾ നടക്കാനായി അല്ലാഹു തആല അവശേഷിപ്പിക്കുന്ന ഈ പടപ്പുകളിലെ ഏറ്റവും നികൃഷ്ടരായ മുശ്രിക്കുകളിൽ മാത്രമേ ഈ സമുദായത്തിൽ ശിർക്ക് തിരിച്ചു വരികയുള്ളൂവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ സാക്ഷ്യം എന്തു വേണം? നബിയുടെ ഈ ഹദീസിലും വലിയ ഒരു സാക്ഷ്യം ഈ സമുദായത്തിൽ ശിർക്ക് നിലനിൽക്കുന്നില്ല എന്നതിന് എന്തു വേണം? എന്നിട്ട് ഈ സമുദായത്തിൻ്റെ മുഖത്തേക്കാണ് കാർക്കിച്ചു തുപ്പുന്ന അനായാസതയിൽ ഷിർക്ക് 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 എന്നും പറഞ്ഞ ആരോപണം എറിയുന്നത്. വൃത്തികെട്ട ആരോപണം. ഇതിൽ താഴൊന്നുമില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ വൃത്തികെട്ട രീതിയിൽ ഇവർ ഈ സമുദായത്തിൻ്റെ മേൽ, ഇമാം നവവി അടക്കമുള്ള നമുക്ക് തൗഹീദ് പഠിപ്പിച്ചവരുടെ മേൽ, ഞാനീ പറഞ്ഞ വിധം റസൂലുള്ളാഹിന്റെ തിരുഹദറത്തിൽ ചെന്ന് നിന്നിട്ട് പാപങ്ങളുടെ പേരിലും വിഷമങ്ങളുടെ പേരിലും കുറ്റങ്ങളുടെ പേരിലും ഏറ്റുപറഞ്ഞിട്ട് അത് നബിയിൽ സങ്കടം പറയണം എന്ന പ്രാർത്ഥന നബിയുടെ സിയാറത്തിൻ്റെ വേളയിൽ സുന്നത്താകുന്നു എന്ന് പഠിപ്പിച്ച മഹാനാണ് ഇമാമുൻ നവവി. അത് പഠിപ്പിച്ച മഹാന്മാരാണ് ഇമാമുൻ നവവിക്ക് മുൻപുള്ള അനേകം ഇമാമുകൾ. ഇവരെപ്പോഴും ഉദ്ധരിക്കുന്ന ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീറിലെ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പോലും ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇമാമുകൾ എല്ലാവരും പ്രഖ്യാപിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പേരിൽ, ഈ ആവലാതി പറയുന്നതിൻ്റെ പേരിൽ ഇത് ശിർക്കാകുന്നുവെന്ന് ആരോപിക്കുന്നവർ ഓർക്കണം, ഈ സമുദായത്തിൻ്റെ മേലിങ്ങനെ കാർക്കിക്ക് ചുപ്പുന്നു ശിർക്കിൻ്റെ ആരോപണം. എന്നിട്ടും ഈ സമുദായം ഇവർക്കെതിരെ എന്താ പറയുന്നത്? ഇവർ മുശ്രിക്കാന്ന് പറയുന്നുണ്ടോ? ഇവർ കാഫിറാന്ന് പറയുന്നുണ്ടോ? എന്ന് മാത്രമല്ല, ഈ സമുദായത്തിൽ പെട്ട വിദേഹത്തിൻ്റെ കക്ഷികളുടെ മേലിൽ ഒരാളുടെ മേലിലും കുഫ്ർ ആരോപിക്കരുത് എന്നതാണ് അഹ്ലുസുന്നത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര, വലിയ അടയാളം. നമ്മൾ ആ കുഫ്ർ ആരോപിക്കുന്നില്ല, ശിർക്കാരോപിക്കുന്നില്ല. വഹാബികൾ ശിർക്കാരോപണത്തെ പറ്റി പറയുമ്പോൾ അതിരസകരമായി ഇപ്പം പറയുന്നത് ഞങ്ങൾ ശിർക്കാരോപിക്കുന്നല്ലേ ഉള്ളൂ, കാഫിറാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കുഫ്ർ ആരോപിക്കുന്നില്ലല്ലോ എന്നാ. അതും വേണമല്ലോ സാധാരണക്കാർക്കും തിരിയാ. മുസ്ലിംമാർക്കൊക്കെ വേഗം തിരിയും, സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിയൂല. കാഫിറാകുക എന്ന് പറഞ്ഞു ശിർക്ക് നല്ലതും കാഫിറാകുന്നതാ വലിയ ഗൗരവം, ശിർക്ക് അതിലും ചെറിയതാണ് എന്നാ അപ്പം ഇവർ ഈ പറഞ്ഞതിൻ്റെ ധ്വനി. കുഫ്ർ എന്നത് ഈമാനിൻ്റെ വിരുദ്ധമായ എല്ലാത്തരം മില്ലത്തിൽ നിന്ന്, ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെയും പേരാണ്. ഈ കുഫറിൻ്റെ അകത്തെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ളതാണ് ഷിർക്ക്. ഇത് ആലോചിക്കണം നിങ്ങൾ. കുഫർ എന്തുകൊണ്ട് വരാ? ഒരു മുസഹഫിൻ്റെ കഷ്ണം നമ്മൾ പിടിച്ചിട്ട് ആ മുസഹഫിൻ്റെ കഷ്ണം നിസ്സാരമാക്കി പിച്ച് ചീന്തിയാൽ ആള് കാഫിറാകും.
റസൂലുള്ളയിൽ വിശ്വസിച്ചില്ലെങ്കിൽ ആള് കാഫിറാകും. അള്ളാഹിലും റസൂലിലും ഒക്കെ വിശ്വസിച്ചു, പക്ഷെ ആഖിറത്തിൽ വിശ്വസിക്കേണ്ട ലറൂരിയായി അറിയപ്പെട്ട ഒരു കാര്യം നിഷേധിച്ചാൽ കാഫിറാകും. നഖം മുറിക്കൽ സുന്നത്താണ് എന്ന ഇസ്ലാം മതത്തിൻ്റെ അറിയപ്പെട്ട ഒരു സുന്നത്തായ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം അത് നിഷേധിച്ചാലും ആള് കാഫിറാകും. അപ്പം ഈ ജാതി കൊണ്ടൊക്കെ വരുന്നതാ കുഫർ. അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പിഴച്ച വിശ്വാസത്തിൽ ഏറ്റവും അപകടകരമായ വിശ്വാസം അതാണ് ശിർക്ക്. അത് അള്ളാഹു തആല തീരെ സഹിക്കാത്ത, അള്ളാഹുവിൻ്റെ തിരുദാത്തിൽ പറ്റുന്ന കുഫർ എന്ന് പറയുന്നത് ഏറ്റവും സഹിക്കാത്ത പാപമാണ്. ഏതാണ് ഏറ്റവും വലിയ പാപം എന്ന ചോദ്യത്തിന് എല്ലാ റിപ്പോർട്ടിലും ഏകകണ്ഠമായി പറയുന്ന ഒന്ന് അശ്ശിർക്കു, ശിർക്കാണ്. രണ്ടാമത് പറയുന്നതിൽ തർക്കമുണ്ടാവും. ശിർക്കിന് ശേഷം പറയുന്ന പാപങ്ങളിൽ ചില ഹദീസിൽ ഒന്ന് കാണും, മറ്റു റിപ്പോർട്ടിൽ വേറൊന്ന് കാണും, വേറൊരു റിപ്പോർട്ടിൽ ഒന്ന് കാണും. അത് ചോദിച്ച ആളുടെ അവസ്ഥ അനുസരിച്ച് നബി പറയുന്നതാണ്. ചിലരോട് പറയും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പാപം. ചിലരോട് പറയും ജിഹാദ് ഒഴിക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പാപം. പക്ഷെ എല്ലാവരോടും ഒന്നാം നമ്പർ പാപം ഏതാ എണ്ണുക? നിന്റെ പടച്ചവനായ അള്ളാഹുവിനോടൊപ്പം നീ ബഹുദൈവ വിശ്വാസിയായി ഇലാഹായി മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്ന ശിർക്ക്. അള്ളാഹുവിനിക്ക് കൂട്ടാടിയെ വിശ്വസിക്കുന്ന ശിർക്ക്. ആ ശിർക്കാണ് മഹാപാപം എന്ന് എല്ലാ ഹദീസിലും ഏകകണ്ഠമായി പറയപ്പെടുന്ന ശിർക്ക് കുഫറിന്റെ ഇനങ്ങളിൽ അതിഗംഭീരമാണ്. ഇതിനപ്പുറമുള്ള ഒരു കുറ്റം ഇനിയില്ല. അതാണ് ഈ സമുദായത്തിലുള്ള എല്ലാ സാധാരണക്കാരൻ്റെ പേരിലും ഇമാമുകളുടെ പേരിലും മഹത്തുക്കളുടെ പേരിലും മരിച്ചവരുടെ പേരിലും ജീവിച്ചിരിക്കുന്ന പേരിലും ആരോപിക്കുന്നത്. എന്നിട്ടിത് ആരോപിക്കാൻ 3/4 നൂറ്റാണ്ട് കാലം ചെലവഴിച്ച ആളുകളെ പറ്റി ഈ സമുദായത്തിലെ സുന്നികൾ പറയുന്നത് എന്താണ്? അവർ ബിദ്അത്തുകാരാണ്. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ സമുദായത്തിൻ്റെ അകത്തു തന്നെയുള്ള പിഴച്ച വിശ്വാസക്കാർ, നമ്മളെ സമുദായത്തിൻ്റെ അകത്തു തന്നെയുള്ള പിഴച്ച വിശ്വാസക്കാർ. അവർ നമ്മളെ സമുദായത്തിൻ്റെ അകത്താണ്. സമുദായത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മൾ അവർക്ക് ചെയ്യണം. ഉദാഹരണം, സക്കാത്ത് വാങ്ങാൻ അവർ അർഹരാണ്. മയ്യത്ത് നമസ്കരിക്കണം അവരുടെ മേൽ, മയ്യത്ത് കുളിപ്പിക്കണം അവരുടേത്. മുസ്ലിമീങ്ങളെ ഖബറടക്കപ്പെടുന്നിടത്ത് ഖബറടക്കപ്പെടണം അവരെ. സലാം വേണമെങ്കിൽ അവർ മടങ്ങുകയില്ല എന്ന്, അവർ വിദേഹത്തിൽ നിന്ന് മടങ്ങും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവരോടുള്ള ശിക്ഷണ നടപടി എന്ന നിലയ്ക്ക് സലാം പറയാതിരിക്കാം. ഇതില്ലെങ്കിൽ സലാം പറയണം അവരോട്. ഈ വിധത്തിൽ മുസ്ലിമീങ്ങളുടെ എല്ലാ വിധിയുമുള്ളവരാണവർ. പക്ഷേ വിശ്വാസം പിഴച്ചു. അവരുടെ വിശ്വാസം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസമാണ്. ഇതാണ് നമ്മൾ അവരുടെ പേരിൽ ആരോപിക്കുന്നത്. ഈ സുന്നികൾ എത്ര ഉദാരന്മാരാണ്! എത്ര ഉദാരതയാണ് ഈ സമുദായത്തോട്, ഈ വിഭാഗത്തോട് ഈ സമുദായം കാണിക്കുന്നത്. ഇങ്ങനെ പറയുന്ന ഈ വിഭാഗത്തെ ഇവരാണെങ്കിൽ നിർലജ്ജം ശിർക്ക് ശിർക്ക് എന്നുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കുടുങ്ങിയത് ഇപ്പൊ ഗുണകാംക്ഷ എന്ന പേരിൽ ശിർക്ക് ആരോപിക്കാനും തുടങ്ങി. അതല്ലേ രസം. മതം ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞപ്പം വിചാരിച്ചു ഇവൽക്കൊരൽപ്പൊക്കെ മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷ തുടങ്ങിയെന്ന് വിചാരിച്ചതാ. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഗുണകാംക്ഷയുടെ പേരും ശിർക്കാരോപണമാണത്രേ. ഈ ഉമ്മത്തിന്റെ പേരിൽ ശിർക്കാരോപിച്ചിട്ട് അവർ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഗുണകാംക്ഷ. കാരണം ശിർക്കിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തണ്ടേ. ഈ സമുദായത്തെ ശിർക്കിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ രക്ഷപ്പെടുത്തുന്ന ദൗത്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലാകട്ടെ കഴിഞ്ഞ കാലത്തെ നബിമാരും മുസ്ലിങ്ങളും അവരെ നിയോഗിച്ചയക്കപ്പെട്ട ജനതയിൽ സാധിച്ചതിനേക്കാൾ വലിയ വിജയം തൗഹീദിന്റെ പ്രബോധന രംഗത്ത് നബി സാധിച്ചത് അന്ത്യനാൾ വരെ ശാശ്വതമായി തൗഹീദിൽ നിൽക്കുന്ന സമുദായത്തെ നബി തങ്ങൾ വാർത്തെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നബിക്കും ഉമ്മത്തില്ല. എന്നിട്ട് ഈ ഉമ്മത്തിനെ പുറത്താക്കുന്നത് ഖബറിനോൽക്കലോ ഖബർ സിയാറത്തിങ്കലോ ചെയ്യുന്നതിനെ കുറിച്ച്. ആകട്ടെ ഞാനൊരു ചില കാര്യം സൂചിപ്പിക്കാം. ഇത്തിരി കാര്യങ്ങൾ ക്ലിപ്പിങ്ങിലൊക്കെ അവർ കാണിക്കുന്ന ചില്ലറ കാര്യങ്ങൾ എഴുതിയിട്ട് അത് പറയുന്നത്. ഈ സമുദായത്തിൽ നടക്കുന്ന ഖബറിൻ്റെ അടുത്തുള്ള എല്ലാ സംഗതികളും മഹാത്മാക്കളോട് സങ്കടം പറയുന്ന നമ്മുടെ ഇസ്തിഗ്ഫാറും ഇസ്തിഗാസയും ഒക്കെ ഈ സമുദായ ഷിയാക്കളിൽ നിന്ന് പകർത്തതാണ് എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് കാച്ചുന്നത്. ഇത് പുതിയതാ, ഷിയാക്കളിൽ നിന്ന് പകർത്തത്. ഇപ്പോൾ ഇത് മനുഷ്യന്മാരെ പറ്റിക്കാൻ ഷിയാക്കളിൽ നിന്ന് പകർത്തെടുത്തത്. അത് ഈ ഷിയാക്കൾ എന്ന് പറയുന്നവരുണ്ടായിട്ട് എത്ര കാലമായിടോ? ഷിയാക്കൾ എത്ര കാലമായി ഉണ്ടായിട്ട്?
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായവരല്ലേ ഷിയാക്കൾ. അലിയാരുടെ പുത്രൻ അഷ്റഫുൽ ഖൽഖിന്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമ്പോൾ പോലും ഷിയാക്കളില്ലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കൂഫയിലെ ഖസ്റുൽ ഇമാറയിൽ എവിടെയാണെന്നറിയപ്പെടാതെ ഖബറടക്കപ്പെട്ടതു തന്നെ ഷിയാക്കൾ അവിടുത്തെ ശരീരം മാന്തിയെടുക്കുമെന്ന് പേടിച്ചിട്ടല്ലേ. അത്രമേൽ സമുദായത്തിൽ പേടിക്കപ്പെട്ട അലിയാരുടെ കാലത്തുള്ള ഷിയാക്കൾ. ഏതാ കാലം? ഹിജറയുടെ ആദ്യത്തെ 30 വർഷത്തിന്റെ മുമ്പാ അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത്. അലിയാർ വഫാത്താകുന്ന കാലത്ത് നബിയുടെ ഖിലാഫത്തിന്റെ 30 വർഷം കഴിഞ്ഞിട്ടില്ല. അക്കാലത്ത് തന്നെയുള്ള ഷിയാക്കൾ അവരുടെ കാലത്തെ ഉള്ള ആചാരമാണ് ഇതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ഖബറിങ്കലും മഹാത്മാക്കളുടെ ഖബറിങ്കലും നൂറ്റാണ്ടുകളായി അവർ നടത്തി വരുന്ന ആചാരങ്ങളുടെ പേരിലോ നമ്മുടെ സങ്കടം പറയുന്ന ഇസ്തിശ്വാഇന്റെ പേരിലോ ഷിയാക്കളെ ശിർക്കെന്നാരോപിച്ച വല്ല പണ്ഡിതനും ഇബ്നു തീമയ്ക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ? വഹാബികളുടെ ഗാങ്ങിൽ ശ്രദ്ധിക്കണം, വഹാബികൾ പ്രത്യേകം ചിന്തിക്കണം. ഇബ്നു തീമിയ വരുന്നത് ഹിജറ 8-ാം നൂറ്റാണ്ടിൽ. മരിച്ചുപോയ മഹാത്മാക്കളോട് സങ്കടപ്പെടുന്നതിൻ്റെ പേരിൽ, ആവലാതി പറയുന്നതിൻ്റെ പേരിൽ ആളുകളിൽ ശിർക്ക് വരുമെന്ന് ഒന്നാമതായി പറഞ്ഞ ആൾ ഇബ്നു തീമിയ. അതിൻ്റെ മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. ഇവർ പറഞ്ഞു ഇവർക്കൊക്കെ എത്തുന്നറിയോ? അള്ളാൻ്റെ റസൂല് മാത്രമല്ല, കഴിഞ്ഞ കാലത്തെ മുഴുവൻ നബിമാരും മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിനെതിരെ പഠിപ്പിക്കാൻ വന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാൻ്റെ റസൂല് മാത്രമല്ല, നബി തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിനെതിരെ രംഗത്ത് വന്നവരാണ്. ഒന്ന് ചോദിച്ചോട്ടെ മൗലവിമാരെ, വഹാബികളുടെ കേന്ദ്രത്തിൽ ഈ ചോദ്യം എത്തണം. മറ്റന്നാൾ വരുന്ന സാഹിബിന്റെ മുന്നിലും ഈ ചോദ്യം എത്തണം. ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ഏതെങ്കിലും മക്കത്തെ മുശ്രിക്കുകൾ ആ കാലത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചതായുള്ള ഒരു ഉദ്ധരണി, ഒറ്റ ഉദ്ധരണി ചരിത്രത്തിന്റെ പിൻബലത്തിൽ തെളിയിക്കാൻ വഹാബികൾക്ക് സാധിക്കുമോ? നബിന്റെ കാലത്തെ മുശ്രിക്കുകളും മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുക, ആ ശിർക്കിനെതിരിലാണ് നബി തൗഹീദ് പഠിപ്പിച്ചത്. നബി അതിൻ്റെ മുമ്പ് മുമ്പത്തെ അവിടെ ഇരിക്കട്ടെ, ഞാൻ നബിൻ്റെ കാലത്തെ ശേഷം ചരിത്രം കിട്ടുമല്ലോ. മറ്റേത് ചിലപ്പം ബൈബിളും മറ്റൊക്കെ തരേണ്ടി വരും, കിതാബില്ല എന്നൊക്കെ പറഞ്ഞു തരും. നബിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്രം ഉണ്ടല്ലോ. നബിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യക്തമായ ചരിത്രത്തിൽ വെച്ചിട്ട് വഹാബി പറയട്ടെ, നബി തങ്ങളുടെ കാലത്ത് ഏതെങ്കിലും മക്കത്തെ മുശ്രിക്കുകൾ മരിച്ചുപോയ വല്ലവരെയും വിളിച്ചു പ്രാർത്ഥിച്ച വല്ല ശിർക്കും ഒരു ഉദ്ധരണിയും തെളിയിക്കാൻ സാധിക്കുമോ? കാണൂല. ഖബറാളികളിൽ നിന്ന് വല്ല രക്ഷയും ഗുണവും കിട്ടും എന്ന കാര്യത്തിൽ മക്കത്തെ മുശ്രിക്കുകൾക്ക് നിരാശയാണ്. ഖുർആൻ പറയാ, മക്കത്തെ മുശ്രിക്കുകൾക്ക് കാരണം എന്താ? മരിച്ചുപോയാൽ പിന്നെ മണ്ണടിഞ്ഞു പോയവരും നുരുമ്പിയെ എല്ലുന്ന യാസീൻ ഓതിക്കണോ? യാസീൻ അവസാനത്തെ ആയത്തിലെ അവസാനങ്ങൾ കേൾക്കൂലേ? നുരുമ്പിപ്പോയി എല്ലുകളെ ആരാണോടോ ജീവൻ നൽകുക എന്ന് ചോദിച്ചത് ഏത് മുശ്രിക്കുകളാ? എല്ല് മുരുമ്പിപ്പോയിട്ട് കബറിൽ കിടക്കുന്ന നുരുമ്പിയെ എല്ല് ആരാ ജീവിപ്പിക്കുക? പുനർജന്മമോ, മഹ്ശറോ, ബഅസോ, സ്വർഗോ, നരകോ? മമതു സുമ്മ ഖബറു സുമ്മ ഹശറു ഹദീസു ഖുറാഫത്തിൻ യാ ഉമ്മ അംദി. മരിക്കും, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അതിൻ്റെ മുമ്പ് ഖബറിൽ കിടക്കും, പിന്നെ സ്വർഗനരകത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നതൊക്കെ ഖുറാഫത്തിൻ്റെ വർത്താനാണ്, ഖുറാഫിയുടെ വർത്താനം. ഇതാരാ പറഞ്ഞത്? നമ്മളെ ഖുറാഫി എന്ന് പറയുന്ന വഹാബികളുടെ മുതുമുപ്പൻ മൂത്താപ്പമാർ അബൂജഹലും കൂട്ടരും പറഞ്ഞതായത്. ഈ അബൂജഹലും കൂട്ടരും പറഞ്ഞ ആ ഖുറാഫത്തിന്റെ ആരോപണം തന്നെയാണ് ഈ സുന്നികൾക്കെതിരെ ഇപ്പോഴും ഇവർ ഖുറാഫിയാണോ എന്ന് പറയുന്നത്. അന്നവർ ഖുറാഫത്തിന്റെ വർത്തമാനമാണ് എന്ന് പറഞ്ഞത് എന്താണ്? മരിച്ചുപോയ ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും അതുപോലെയുള്ള ജീവിതവും ഇതില്ലാന്ന് നിഷേധിച്ച മക്കത്തെ മുശ്രിക്കുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായിരുന്നു എന്ന് പറയാൻ തലമണ്ടയിൽ തലച്ചോറ് എന്നുകൊണ്ടൊന്നുള്ള ആരെങ്കിലും സമ്മതിക്കുമോ? ഇതൊന്നും ഇവർക്ക് അറിയൂല. വെറുതെ ആരോപിക്കുക. സാധാരണക്കാരെ മുമ്പിൽ പറയാൻ എളുപ്പമല്ലോ. നൂഹ് നബി മുതൽക്ക് ഇന്ന് വരെ പ്രവാചകന്മാർ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാനാ. വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശിർക്ക് സമൂഹത്തിൽ ഇതിന് മുൻപ് ഒരിക്കലും നടമാടിയിട്ടില്ല എന്നുകൂടി പഠിക്കുക. അതേറെ പറയാ. നബിന്റെ കാലത്തെ മുശ്രിക്കീങ്ങളെ തെളിയിച്ചാൽ മതി നിങ്ങൾ.
അതിൻ്റെ മുൻപ് ഒരു സമുദായത്തിലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് നടമാടിയിട്ടില്ല. മധ്യസ്ഥന്മാരോട് കാര്യം പറയുകയും തവസ്സുൽ ചെയ്യുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനികളിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ കാഫിറാണെന്ന് പറയുന്ന എവിടെയെങ്കിലും അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതുകൊണ്ട് കാഫിറാണ് എന്ന് ഖുർആൻ പറയുന്നില്ല. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു ത്രിയേകത്വത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ കാഫിറായി. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നമൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാഫിറായി. ഇങ്ങനെ കാണുള്ളൂ. യേശുക്രിസ്തു അടക്കമുള്ള മഹാത്മാക്കളായിട്ടുള്ള പുണ്യവാളന്മാരെന്ന് അവർ വിശ്വസിക്കുന്നവരെ ഒക്കെ മധ്യസ്ഥരായി പ്രാർത്ഥിക്കുന്ന വഴക്കം നബി നിയോഗിക്കപ്പെടുന്ന കാലത്ത് അഹ്ലി കിതാബുകളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? ഇസ്തഫ്തഹു വകാനൂ യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. നബി തങ്ങളെ കൊണ്ട് നബിയുടെ ആഗമനത്തിന്റെ മുൻപ് അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നവരാണ് ക്രിസ്ത്യാനികൾ. എന്നിട്ടും അവർക്ക് വേദങ്ങളിൽ അടയാളം പറഞ്ഞറിയുന്ന മുത്തുനബി വന്നപ്പോൾ കഫറൂ ബിഹി, നബി അവർ അറിഞ്ഞതേ ഇല്ല, അവർ അവിശ്വസിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയുന്നവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് കുഫറാണെന്നോ ശിർക്കാണെന്നോ ഖുർആൻ പറഞ്ഞോ? അത് കുഫറാണെന്ന് ഖുർആൻ പറഞ്ഞോ? ഇല്ല. ഇതൊക്കെ പഠിക്കണം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെയോ ആവലാതിപ്പെടന്റെയോ ഇസ്തിശ്വാഇന്റെയോ പേരിലാണ് ഈ സമുദായത്തിന്റെ മേൽ ശിർക്കാരോപിക്കുന്നത്. ബാക്കിയൊക്കെ ചെയ്തിയല്ലേ? ഇനി ക്ലിപ്പിങ് കാണിക്കുന്നതൊക്കെ ചെയ്തിയാണ്. എവിടെയോ പോയിട്ട് ഖബറിന് സുജൂദ് ചെയ്യുമെന്നറിയും. അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. വല്ല അവിശ്വാസികളും ഒന്ന് സുജൂദ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വല്ല വിവരദോഷിയും വന്ന് കണ്ട് സുജൂദിന്റെ ആകൃതിയിൽ അഭിവാദനമോ അഭിവന്ദനമോ ഓല ആചാരപ്രകാരം ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ തെറ്റ് തന്നെ. ആ തെറ്റായ ആചാരങ്ങളെ അങ്ങനെയാ പഠിപ്പിക്കുക. തെറ്റായ ആചാരമാണതെന്ന് അത് മമ്പർത്ത് കാണാനല്ലോ, നമ്മളെ കേരളത്തിൽ എവിടെയും കാണാനല്ലോ. ഇത് കേരളത്തിലെ ഉലമാക്കൾ ജാഗ്രതയോടുകൂടെ ഉണർത്തിയതിന്റെ ഫലമല്ലേ? നമ്മുടെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ക്ലിപ്പിങ്ങിൽ കാണിക്കുന്ന തരത്തിലുള്ള ഖബറിങ്ങിൽ എന്തെങ്കിലും കാണിക്കുന്ന വേലകളുണ്ടോ? ഇല്ല. എന്തുണ്ടാകും? ഖബറിങ്ങൾക്ക് വല്ല പൂക്കെട്ടും കൊടുക്കുക, പൂവിൻ്റെ കെട്ട്. ഖബറിങ്ങിൽ കൊണ്ടുപോയി വസ്ത്രം ഇടുക, ഇതൊക്കെ കാണും. ഇതൊക്കെ വസ്തുനിഷ്ഠമായി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഓരോന്നിൻ്റെയും വിധി പറഞ്ഞിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ അതിലുണ്ട്, മുസ്തഹബായ കാര്യങ്ങൾ അതിലുണ്ട്, അക്കൂട്ടത്തിൽ അനുവദനീയമായ കാര്യങ്ങളുണ്ട്, ചിലത് കറാഹത്തായ കാര്യങ്ങളുണ്ട്, ചിലത് ഹറാമായ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഫുഖഹാവ് പറഞ്ഞതുപോലെ പറയാൻ വേണമെങ്കിൽ അതിനപ്പുറം പോയിട്ട് എന്തോ ഒരു പ്രവൃത്തി കാണുമ്പോൾ ശിർക്കാന്നാ പറയാ. ഇനി സുജൂദ് തന്നെ ചെയ്താൽ ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തവരല്ലേ അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം? യാക്കൂബ് നബിയും തന്റെ 11 മക്കളും യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തുവെന്ന് ആരാ പറഞ്ഞത്? യൂസുഫ് സൂറത്തിൽ അല്ലാഹു വഖറൂ ലഹു സുജ്ജദാ, വഖറൂ ലഹു സുജ്ജദാ. യാക്കൂബ് നബിയും 11 മക്കളും യാക്കൂബ് നബിയുടെ ഭാര്യയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈജിപ്തിൽ ചെന്നുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന യൂസുഫ് നബിയുടെ മുൻപിൽ സുജൂദിലായി വീണു. ഖുർആന്റെ പ്രയോഗ വഖറൂ ലഹു സുജ്ജദാ, സുജൂദ് ചെയ്തുകൊണ്ട് വീണു. അപ്പൊ വീണ് കിടക്കുന്ന സുജൂദ് തന്നെയായി ചെയ്തത്. അതാണ് അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് ഐസജദലഹു അബവാഹു വ ഇഖ്വതുഹു, മാതാവും പിതാവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തു. വകാന ദാലിക സായിഗൻ ഫീ ശരീഅതിഹിം, അവരുടെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു എന്ന് മാത്രമല്ല ഇബ്നു കസീർ കൂട്ടി പറയുന്നു, മുത്തുനബിയുടെ ശരീഅത്ത് വരെയുള്ള കഴിഞ്ഞ കാല ശരീഅത്തുകളിലൊക്കെയും അത് അനുവദനീയമായിരുന്നു. ശിർക്കാണെങ്കിൽ അനുവദനീയമാകുമോ? ഏതെങ്കിലും ഒരു സമുദായത്തിൽ ശിർക്ക് അനുവദനീയമായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമുദായത്തിൽ ശിർക്ക് അനുവദനീയമായിട്ടുണ്ടോ? എങ്കിൽ യാക്കൂബ് നബിയുടെ സുജൂദ്, ഈ സുജൂദ് ശിർക്കല്ല എന്ന് വ്യക്തല്ലേ? യാക്കൂബ് നബി തൗഹീദ് പഠിപ്പിക്കാമെന്ന പ്രവാചകരല്ലേ? യൂസുഫ് നബി അള്ളാഹുവിന്റെ മുർസലായ നബിയല്ലേ? ആ മുർസലായ നബിക്ക് സുജൂദ് ചെയ്തുകൊണ്ട് ശിർക്ക് കാണിച്ചു, ശിർക്ക് പ്രവർത്തിച്ചു എന്ന് വഹാബി പറയും പോലെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കറിയാം പ്രവൃത്തിയല്ല ശിർക്ക് എന്ന്. ഇത് കേൾക്കുമ്പോൾ സുജൂദ് ചെയ്താലും തെറ്റില്ല എന്നാ ഇയാൾ പറയുന്നത് എന്ന് ഇനി ക്ലിപ്പിങ് വെക്കരുത്. അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല.
സുജൂദ് നമ്മുടെ ശരീഅത്തിൽ വിലക്കപ്പെട്ടു. വിലക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ശരീഅത്തിൽ അതനുവദനീയമല്ല, കുറ്റകരമാണ് എന്നു മാത്രമല്ല കുഫറിന്റെ അടയാളമായും പ്രവർത്തിച്ചാൽ കാഫിറാകുന്നു എന്ന് വിധി എഴുതാൻ പറ്റുന്ന കുറ്റമായും ഈ ശരീഅത്ത് അതിനെ എണ്ണിയിരിക്കുന്നു. മുസഹഫ് ചീന്തിയാൽ കാഫിറാകും പോലെ, മുസഹഫ് ചീന്തിയാൽ കാഫിറാകും പോലെ, മുസഹഫിന്റെ കഷ്ണമെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വേണ്ടാത്ത സ്ഥലത്തേക്ക് ഇട്ടാൽ കാഫിറാകുന്നത് പോലെ, പള്ളിയിൽ തുപ്പിയാൽ പോലും ചിലപ്പോൾ കാഫിറാകുന്നത് പോലെ കാഫിറാകും. ഇങ്ങനെ കാഫിറാകുന്ന പ്രവൃത്തികളിൽ എണ്ണിയിട്ടുണ്ട്. ശിർക്കിൽ എണ്ണാൻ പറ്റൂല. ശിർക്ക് വിശ്വാസമാണ്, ബഹുദൈവ വിശ്വാസം. കുഫർ എന്നതാവട്ടെ രിദ്ദത്തിന്റെ ബാബിൽ വരുമ്പോൾ അത് പ്രവൃത്തി കൊണ്ടും വരും, കരുത്തുകൊണ്ടും വരും, ചൊല്ലുകൊണ്ടും വരും. അങ്ങനെയുള്ള കുഫറിൽപ്പെട്ടത് എന്ന് പറയാൻ സുജൂദിനെ പറ്റുമെന്നല്ലാതെ ശിർക്ക് എന്ന് പറയാൻ ന്യായമില്ല, വഴിയില്ല. എങ്കിൽ യാക്കൂബ് നബി ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾക്ക് ചെയ്തിയാണല്ലോ ശിർക്ക്, പ്രവൃത്തിക്കൊക്കെ നിങ്ങൾ ശിർക്ക് എന്ന് പറയൂ. എന്നാ യാക്കൂബ് നബി ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞോ? പാടില്ല. അപ്പൊ അതാ പറയുന്നത്, ഈ പ്രവൃത്തിക്ക് ശിർക്ക് എന്ന് പറയൂല. ഖബറുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ക്ലിപ്പിങ്ങിൽ കാണിക്കുന്നത് ചിലത് ഹറാം, ചിലത് കറാഹത്ത്, ചിലത് സുന്നത്ത്. അത് ഫിഖ്ഹിന്റെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ചർച്ച ചെയ്യണം. ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഈ ഉമ്മത്തിന്റെ പേരിൽ ശിർക്ക് ആരോപിക്കരുത്. ശിർക്ക് വിശ്വാസത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പിഴച്ചതാണ്. ശിർക്ക് അല്ലാഹു തആല പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പൊറുത്തു കൊടുത്തേക്കാം. ശിർക്ക് അല്ലാഹു പൊറുക്കൂല. നബിയെ, അങ്ങയിലേക്കും അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരിലേക്കും അല്ലാഹു വഹി അറിയിച്ചു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. തങ്ങൾക്ക് ശിർക്കുണ്ടായാൽ, തങ്ങൾ ശിർക്കിൽ അകപ്പെട്ടാൽ തങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. കിട്ടോ? മുത്തുനബിയിൽ നിന്ന് ശിർക്കുണ്ടാവോ? മുൻ പ്രവാചകന്മാരിൽ നിന്ന് ശിർക്കുണ്ടാകുമോ? വഹിയിന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ശിർക്കുണ്ടാകുമോ? ഇല്ല. സാങ്കല്പികമായി പോലും അല്ലാഹു പറയാണ്, ശിർക്കുണ്ടാവാനിടയില്ലാത്ത നിങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് സാങ്കല്പികമായി ശിർക്കുണ്ടായാൽ ലയഹ്ബതന്ന അമലുക, സകല അമലുകളും പൊളിഞ്ഞു പോകും. ഈ മഹാകുറ്റമായ ശിർക്കാകുന്നു സമുദായത്തിന്റെ പേരിൽ ആരോപിക്കുന്നത്. ഇതാവട്ടെ മതം ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞ പേരിൽ. എടോ, ഗുണകാംക്ഷയാണ് മതം എന്ന് പഠിപ്പിക്കുന്ന ഹദീസിലും ആരോടാ ഗുണകാംക്ഷ എന്ന് പറഞ്ഞിട്ടില്ലേ? അത് അഷ്റഫ് വാക്കയുടെ പ്രസംഗത്തിൽ പറഞ്ഞ് കേട്ടില്ലേ? ഒന്ന് അള്ളാനോട്, ഒന്ന് അള്ളാൻ്റെ കിതാബിനോട്, ഒന്ന് അള്ളാൻ്റെ റസൂലിനോട്. ഇനി മുസ്ലിമീങ്ങളോട് പറഞ്ഞത് എങ്ങനെയാ? ആ ഗുണകാംക്ഷയുള്ള നിങ്ങൾ പറഞ്ഞെടുക്കുന്നത് മുസ്ലിമീങ്ങളോട്. മുസ്ലിമീങ്ങളോട് എങ്ങനെയാ റസൂൽ പറഞ്ഞത്? വലിയ ഇമ്മത്തിൽ മുസ്ലിമീൻ വലി ആമ്മത്തിഹിം. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും സാധാരണക്കാരോടും. രണ്ട് കൂട്ടരാ മുസ്ലിമീങ്ങളിൽ. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ബഹുജനങ്ങളോടും. ആരാ ഇമാമുമാർ? ആരാണ് ഇമാമുമാർ? അനുകരണീയരായ മാതൃകാ പുരുഷന്മാരായ പിന്തുടരപ്പെടേണ്ട മഹാത്മാക്കളായ ആളുകളാണ് അയിമ്മത്ത്. ഈ അയിമ്മത്തിനോടുള്ള ഗുണകാംക്ഷ മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, മഹാന്മാരായ ഇമാമുകളെ അവരർഹിക്കുന്ന വിധം ബഹുമാനിക്കുകയും അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയും അവർ ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കി പിൻപറ്റുകയും ചെയ്യുക. നിങ്ങൾ പറയുന്ന എന്താ? പുരോഹിതന്മാർ വലിച്ചെറിയണം അവരെ. കിതാബും സുന്നത്തും മുറുകെ പിടിച്ചോ. കടലാസ് മുറുകെ പിടിച്ചോളി. സൂക്ഷ്മ ജീവിതത്തിന്റെ ഇമാമുകളെ വലിച്ചെറിയണം. അള്ളാന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഹാദാ അവാനു യുഖ്തലസു ഫീഹിൽ ഇൽം. ഇൽമിനെ റാഞ്ചിയെടുക്കപ്പെടുന്ന സന്ദർഭമാണിത്. ഇൽമിനെ റാഞ്ചിയെടുക്കപ്പെടുന്ന സന്ദർഭം. ഇപ്പൊ ഇൽമു ഉയർന്നു പോകും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ? ഞങ്ങളെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഞങ്ങൾ ആൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? എന്നിട്ട് ഈ ഖുർആനും ഇൽമും എങ്ങനെ ഉയർന്നു പോകും? അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ സിയാദ്, ഓ സിയാദ്, നിന്നെ ഞാൻ മദീനത്തെ വലിയ ഫുഖഹാക്കളിൽപ്പെട്ട ആളാന്നാ വിചാരിച്ചിരുന്നത്. ഇതാ പന്റെ ചോദ്യം. മഹാനായ റസൂലുള്ള പറയാ, ഇതാണോ നിന്റെ ചോദ്യം? നിന്നെ ഞാൻ വിചാരിച്ചത് മദീനത്തെ ഏറ്റവും വലിയ ഫുഖഹാക്കളിൽ വമ്പനാന്ന്. ഇതാണോ നിന്റെ ചോദ്യം? എന്നിട്ട് നബി പറയാ, ജൂതന്മാരുടെ കയ്യിൽ തൗറാത്തില്ലേ? ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇഞ്ചീലില്ലേ? ഇഞ്ചീലും തൗറാത്തും കയ്യിലുണ്ടായിട്ട് വായിച്ചിട്ട് പരിഭാഷ ചെയ്ത് വായിപ്പിച്ചിട്ട് അവരിൽ ഇൽമുണ്ടോ?
അവരിൽ ഇൽമുണ്ടോ? പിന്നെ എങ്ങനെയാ പോവുക? ഇൽമിനെ ചുമക്കുന്ന വാഹകർ, ഇൽമിന്റെ വക്താക്കളായ ഉലമാക്കൾ മരിക്കുമ്പോഴാ ഇൽമു പോവുക. ഉലമാക്കളുടെ നെഞ്ചിലാ ഇൽമ്, ഉലമാക്കളുടെ കൽബിലാ ഇൽമ്, ഉലമാക്കളുടെ കൽബിലെ വെളിച്ചമാണ് ഇൽമ്. പ്രശ്നം വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന തൗഫീഖ് കൊണ്ട് തോന്നുന്ന വെളിച്ചമാണ് ഇൽമ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരില്ലേ, പുതിയ പുതിയ സംഭവങ്ങൾ വരില്ലേ, പുതിയ പുതിയ എന്തെല്ലാം വരില്ലേ. ഇത് വരുന്ന നേരത്ത് ഫത്ഹുൽ മുഈനിൽ പോലും വ്യക്തമായി കാണാത്തത് പണ്ഡിതന്റെ മനസ്സിൽ തെളിയും. നിങ്ങളെ കയ്യിൽ മൊബൈലുണ്ട്, ആ മൊബൈലുകളിൽ ഖുർആൻ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഖുർആൻ കയറ്റി വെച്ച ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കാണിച്ചു തന്നു, ഇത് നമ്മൾ കക്കൂസുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതുമ്മ നമ്മൾ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാതെ തൊടാൻ പറ്റുമോ? ഇതറിയേണ്ട വിഷയമല്ലേ? ഇത് ഫത്ഹുൽ മുഈനിൽ കാണുമോ, തുഹ്ഫയിൽ കാണുമോ, മറ്റേതെങ്കിലും ഫിഖിന്റെ കിതാബ് കാണുമോ? കാണൂല, കാണും, രണ്ടുണ്ടാവും. കാണും ചെയ്യും, കാണൂല. കാണുന്നതാരാ കാണുക? പഠിച്ചെടുക്കാൻ കഴിവുള്ള ഉലമാക്കൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്കുള്ള അവരുടെ കൽബിൻ്റെ അകത്ത് നിന്ന് വരുന്ന നൂറുകൊണ്ട് അവരുടെ കണ്ണിൽ തെളിയും, അവർ മനസ്സിൽ പറയും, അവർ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്തും. അതാ ഫത്വ. ഈ ഫത്വ അറിയുന്ന ഉലമാക്കളുടെ കൽബിൽ തെളിയുന്നതാണ് നൂർ. ഈ ഉലമാക്കൾ പോകുമ്പോഴാണ് ഇൽമു പോകൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ കിതാബും സുന്നത്തും എന്ന കടലാസല്ല നബി തങ്ങൾ ഈ സമുദായത്തെ ഒഴിച്ചിട്ട് പോയതായി പറയുന്നത്. പിന്നെ ഏതാ? കിതാബും സുന്നത്തും വഹിച്ച് ജീവിക്കുന്ന ഉലമാക്കൾ. ആ ഉലമാക്കളാണ് വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ. ഈ അയിമ്മത്തിന്റെ കീഴിൽ മഅ്മൂമുകളായി നിൽക്കേണ്ടവരാണ് ആമ്മത്തുന്നാസ്. മഅ്മൂമുകൾ, ഇമാമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി മഅ്മൂമ് എന്നാണ് അവൻ തിരിയില്ലേ വഹാബിക്ക്? ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കാന്നല്ല പറയാ. അപ്പൊ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാമിന്റെ ചലനങ്ങൾക്കൊപ്പം പിന്തുടരേണ്ടവരാണ് മഅ്മൂമുകൾ. മഅ്മൂമിന്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ അത്തഹിയ്യാത്തില്ലാത്ത സമയത്ത് ഇമാമ് ചെയ്തതിനനുസരിച്ച് ചെയ്തോണം ഇരിക്കണ്ടേ? മഅ്മൂമിന്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ ഒരു റക്അത്ത് തന്നെ ഇമാമിന് വേണ്ടി ഏറെ നിർവഹിക്കേണ്ടി വരും. ചിലപ്പോൾ മഗ്രിബ് നിസ്കാരത്തിൽ 3 റക്അത്തിലും അത്തഹിയ്യാത്ത് ഓതേണ്ടി വരും. ഇതൊക്കെ ഇമാമിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇമാം എന്ത് ചെയ്താലും തുടരാൻ കൽപ്പിക്കപ്പെട്ടവനാ മഅ്മൂം. ആ വിധം ഇമാമാക്കി ഉലമാക്കളെ നിർത്തിയാൽ അവർക്ക് പിന്നിൽ അണിനിരക്കേണ്ട ആമ്മത്തിനെ വേറെ കണ്ടിട്ട് ആമ്മത്തിനോട് ഗുണകാംക്ഷ പുലർത്തണം. എന്താ പുലർത്തേണ്ടത്? തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വരുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആ തെറ്റുകുറ്റങ്ങൾ തന്മയത്വത്തോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിക്കുകയും ചെയ്യുക. താക്കീത് നൽകേണ്ടടുത്ത് താക്കീത് നൽകുക. അവരിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ പരമാവധി അവരെ കാഫിറാക്കാൻ ഉപയോഗപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ ഗുണകാംക്ഷ. 100 സാധ്യതകൾ, അതിൽ 99 സാധ്യതയും ഒരാളുടെ മൊഴിയോ പ്രവൃത്തിയോ കൊണ്ട് കാഫിറാകാനാണ്. ഒരു സാധ്യത കൊണ്ട് ചിന്തിച്ചാൽ മാത്രം അയാൾ കാഫിറല്ലെന്ന് വരും. എന്നാൽ ഉലമാക്കൾ വേണ്ടത് ആ ഒരു സാധ്യത പരിഗണിച്ച് ഈ 99 സാധ്യതയും അവഗണിക്കണം. എന്നിട്ട് അയാൾ മുസ്ലിമാണ് എന്ന് പറയണം, കാഫിറാന്ന് വിധിക്കരുത്. നിങ്ങളോ? നിങ്ങൾക്ക് ആരോടെങ്കിലും മുഹിയുദ്ദീൻ ശൈഖേ ഔ ബലപ്പെട്ട തൗഹീദ് പോയി നോക്കിങ്ങട്, തൗഹീദ് എത്ര ബലമുള്ളതായി തൗഹീദ്. നമ്മളെ 40ാമത്തെ ഉപ്പാപ്പ നിരന്തരമായി മൂമിനായി വന്നിട്ട് പരമ്പരാഗതമായി നമ്മൾ പോന്ന ഓലിന്ന് കിട്ടിയ ഈ തൗഹീദിനെ തകർക്കാൻ ഒന്നിനും ആവൂല. ഈ തൗഹീദ് മമ്പർത്ത തങ്ങളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് തെറിക്കണമെങ്കിലും ഇതാ പറ തൗഹീദ്. ഈ ജാതി തൗഹീദൊക്കെ പറയാൻ നിങ്ങൾ എവിടുന്ന് പഠിച്ചതാ തൗഹീദ്? നിങ്ങൾ എവിടുന്ന് പഠിച്ചു ശിർക്ക്? ശിർക്കിന്റെ നിർവചനം പറയേ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് ശിർക്ക് എന്ന് പറയരുത്, അത് പൊട്ടയാ. ആ വാദം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹബീബായ നബി ആഖിറത്തിനെ പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായ ഒരു ഹദീസ് കാണാം. എല്ലാവരും സ്വർഗ്ഗത്തിൽ കടത്തി നരകത്തിൽ കടത്തിയതിന്റെ ശേഷം നരകത്തിൽ നിന്നൊരാളെ അള്ളാഹു പുറപ്പെടുവിക്കും. ആ പുറപ്പെടുവിക്കുന്ന ആളുടെ വരവും പോക്കൊക്കെ റസൂലുള്ളാഹി വിവരിക്കുന്നത് ഞാൻ പറ്റി പറയുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് നബി പറയുന്നു, ഒരു നല്ല അമലും ഒരു നന്മയും അയാളുടെ പ്രവർത്തിയില്ല. വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രമുള്ള ഒരു ഇബാദത്തും ചെയ്യാത്ത ഒരാളെ അല്ലാഹു തആല അവസാനം നരകത്തിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തെ ശുപാർശ പ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഖാല റസൂലുള്ളാഹി. അത് നബി തങ്ങൾ വിവരിക്കുന്നത് തിരിയില്ലെങ്കിൽ ജമാഅത്തുകാർ പുറത്തിറക്കുന്ന ബുക്കിലും കാണും. പരലോകത്തെക്കുറിച്ച് ഓല് പുറത്തിറക്കണ്ടല്ലോ, അതൊന്നും എടുത്തു നോക്കി ഹദീസ് കാണാ.
അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വരുന്നതും അള്ളാൻ്റെ മുമ്പിൽ വരുന്നതും ചോദിക്കുന്നതൊക്കെ ഇയാളെ നബി എന്താ വിശേഷിപ്പിച്ചത്? തൗഹീദ് മാത്രമേയുള്ളൂ, ഒരു ഇബാദത്തും ചെയ്തില്ല. ഈ മണ്ടന്മാരുടെ തൗഹീദ് പ്രകാരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലേ തൗഹീദ് ഉണ്ടാവൂ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താലേ ശിർക്ക് ഉണ്ടാവൂ. ഇനി ഒരാൾ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വിശ്വസിച്ചു, പക്ഷെ ഇബാദത്തൊന്നും ചെയ്തില്ല, എന്നാൽ ബൽക്ക് ശിർക്ക് ഉണ്ടാവില്ല. കാരണം എന്തേ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തില്ലല്ലോ. ഇബാദത്ത് എന്ന ചെയ്തിയിലേക്ക് കൊണ്ടുപോയി, പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി ശിർക്കിനെ കെട്ടിയതും തൗഹീദിനെ കെട്ടിയതുമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബി പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ഒന്നാമത്തെ സൂത്രം. അവിടെ പിഴച്ചു. നിങ്ങൾ അത് മനസ്സിലാക്കുന്നിടത്ത് പിഴച്ചു. അദ്ദേഹം അത്തൗഹീദ് എന്ന കിതാബ് ഉണ്ടാക്കുമ്പോൾ അതിൽ കാണിച്ച വികൃതി ഇതാണ്. ഈ വികൃതിയിലൂടെ വന്നതാണ് നിങ്ങളുടെ ശിർക്കാരോപണം. ആ ശിർക്കാരോപണം നിർത്താൻ നിങ്ങൾ തൗഹീദും ശിർക്കും ശരിക്കും പഠിക്കുക, പഠിച്ച് വിവരം പറയുക. കർമ്മം കൊണ്ട് ശിർക്ക് വരുമോ എങ്കിൽ തെളിയിക്കണം. തൗഹീദ് എന്നത് കർമ്മം കൊണ്ട് വരുമോ എങ്കിൽ തെളിയിക്കണം. കർമ്മം തൗഹീദിന്റെ ഭാഗമാകാം, അത് വേറെ വിഷയം. തൗഹീദ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി ആചാരം വരും, തൗഹീദിന്റെ ആചാരം. ശിർക്ക് എന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി ശിർക്കിന്റെ ആചാരം വരും. ഈ ആചാരമാണോ മരിച്ചുപോയ മഹാത്മാക്കളുടെ മുമ്പിൽ ആവലാതി പറയല്? അതല്ലെന്നതിന് നിങ്ങൾ ഓതുന്ന ഹദീസിന്റെ തെളിവല്ലേ? മുത്തുനബി തങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുന്ന എൻ്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസനാക്കരുതേന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഖബറിങ്കൽ നടക്കുന്നതല്ലേ ഈ ഇസ്തിശ്ഫാഇ? ആ ഖബറിങ്കൽ മുറക്ക് നടക്കുന്നതല്ലേ ഈ ആവലാതി പറച്ചിൽ? ആ ഖബറിങ്കൽ മുറക്ക് നടക്കുന്നതല്ലേ മരണപ്പെട്ടു പോയ മുത്തുനബിയെ വിളിക്കൽ? ഇത് ഇബാദത്താകുമോ? ഖബർ പൂജയാകുമോ? പൂജയാകുമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഈ ദുആ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്നാ ഇല്ലെന്ന് തെളിയിച്ചു പറയും. ഈ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല നബിൻ്റെത്. അതുകൊണ്ട് ഇക്കാരൻ നബിൻ്റെ ഖബറിങ് എങ്ങനെയൊക്കെ എവിടെ കാണിക്കാൻ കാരണമോന്ന് നാളെ മറ്റന്നാളത്തെ പ്രസംഗത്തിൽ അത് പറയണം. നിങ്ങൾ എവിടെയെങ്കിലും നടക്കുന്ന എന്തെങ്കിലും ഓതിപ്പടിച്ച പഴകിയ ഡേറ്റും കിട്ടി വന്നിട്ട് ക്ലിപ്പിങ്ങും കാണിച്ച് മനുഷ്യനെ പൊട്ടന്മാരാക്കാൻ നടക്കരുത്. സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായി തിരിയുന്ന ഭാഷയിൽ തൗഹീദ് ശിർക്കിൽ തന്നെ ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നു എന്ന് തോന്നുന്നത് എത്ര മോശമായ ഫലമാണ് കൂട്ടരെ. എന്തിനാ നബി വന്നത്? സമ്പൂർണമായ ഒരു ദീനിനെ പ്രചരിപ്പിച്ച് സമ്പൂർണമായ ഒരു ദീനിനെ പൂർത്തിയാക്കി തന്നത് ഈ നബിയുടെ കാലത്ത് മാത്രമല്ലേ? എന്നിട്ട് ഈ നബിയുടെ പൂർണ്ണമായ ദീനിൽ അവിടുത്തെ വിശ്വാസികൾക്ക് തൗഹീദും ശിർക്കും പടിഞ്ഞില്ല, തിരിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര മോശമായാണ് ഈ ദീനിനെ ചിത്രീകരിക്കുന്നതും ഈ ഉമ്മത്തിനെ ചിത്രീകരിക്കുന്നതും. നിങ്ങൾ ആലോചിക്കണ്ടേ ഇതിൻ്റെ ഗൗരവം? അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഈ തൗഹീദ് ശിർക്കിനെ സംബന്ധിച്ചു തന്നെയാകട്ടെ ഇവിടുത്തെ വഹാബികൾക്ക് അവരുടെ സംഘടനാ ബലമുണ്ടല്ലോ. എത്രയോ സംവാദത്തിൻ്റെയും വാദപ്രവാദത്തിൻ്റെ കാസറ്റല്ല ഇവിടെ ഇറങ്ങണ്, ക്ലിപ്പിംഗ് ആയിട്ട്. ഈ ക്ലിപ്പിംഗ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പടി സാധനം ഉണ്ടല്ലോ. എന്തേ സുന്നി ജമാഅത്തായിട്ട് ഇങ്ങനെ ഒന്ന് നടന്നൂടെ? സുന്നി ജമാഅത്തല്ലേ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്? ഞങ്ങൾ കുറഞ്ഞ ആളുകളായിരിക്കാം, സുന്നി ജമാഅത്തിൽ എല്ലാവർക്കും കൂടാ, പക്ഷെ ആരും കൂടിയിട്ടില്ലായിരിക്കാം. ആയിക്കോട്ടെ, ആരും കൂടിയിട്ടില്ലാത്ത ഒരു സുന്നി ജമാഅത്താണെങ്കിലും 1-2 മൗലവിമാരില്ലടോ ഈ കേരളത്തിൽ പറഞ്ഞു നടക്കുന്നത്. 1-2 ഈ 1-2 മൗലവിമാർ ഈ പറയുന്നതിനെതിരെയെങ്കിലും നിങ്ങൾക്കൊന്ന് വായ മൂടിക്കെട്ടാൻ പഠിക്കണ്ടേ? നിങ്ങൾ ഇവർ പഠിപ്പിക്കുന്നതെങ്കിലും ഒന്ന് നിർത്തണ്ടേ? കാണിക്കാൻ ഞങ്ങൾ കാണിക്കുന്ന മാതിരി എന്ന് പറഞ്ഞൊരു ചെറിയ സംവാദം. അപ്പോൾ പറയും ഇവർ കുറഞ്ഞ ആൾക്കാരാ, ഒരു ബൽദാവും. അപ്പോൾ ബൽദാകാൻ ഞങ്ങൾ ജയിക്കുമോ? ഞങ്ങൾ നിങ്ങളെ മൂക്കയറിടൂല്ലേ? അപ്പോഴാ ബൽദാകുക. ഞങ്ങൾ തോറ്റെങ്കിൽ പിന്നെ എങ്ങനെ ബൽദാകുക? നിങ്ങൾ മൂക്കയറിട്ടിട്ട് അഭ്യാസം കളിപ്പിക്കുമെങ്കിൽ എങ്ങനെയാണോ ഞങ്ങൾ ബൽദാകുക? നിങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ട് ഞങ്ങളെ മൂക്കുകൊണ്ട് നിങ്ങൾ കല്ലെടുപ്പിക്കുമെങ്കിൽ ഞങ്ങൾ വലുതാവൂല, ഞങ്ങൾ അപഹാസ്യരാകും. ഞങ്ങൾ നിങ്ങളെ മൂക്കെടുപ്പിക്കും, ഞങ്ങൾ നിങ്ങളെ തുമ്പിയെടുപ്പിക്കും, അപ്പം ഞങ്ങൾ വലുതാവും. പേടിയുണ്ടല്ലേ? ആ പേടി ഉണ്ടെങ്കിൽ ആ പേടി തുറന്നു പറയാം. എന്തെങ്കിലും ചെറിയ ഉമ്പാച്ചി കാണിച്ചിട്ട് അവിടെ പോസ്റ്റർ ഒട്ടിച്ച് ഇവിടെ പോസ്റ്റർ വെച്ചിട്ട് അപ്പുറത്ത് പോസ്റ്റർ ഒട്ടിച്ച് ക്ലിപ്പിങ് പറഞ്ഞ് പേടിപ്പിക്കണ്ട. അതുമായിട്ട് ഞങ്ങളോട്ട് വരൂല്ല. ആ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ലോകത്തിനറിയാം. അത് നിങ്ങൾ വേറെ നോക്കിക്കോളി. നന്മയെ തിന്മയെ പ്രതിരോധിക്കാനും ആ തിന്മ ഞങ്ങൾ സ്വീകരിക്കില്ല. തിന്മയെ പ്രതിരോധിക്കേണ്ടതും നന്മ ഉണ്ടാകുന്നു എന്നാ റസൂലുള്ളാഹിന്റെ സ്വഭാവം. തിന്മയെ തിന്മയുണ്ട് പ്രതിരോധിക്കില്ല റസൂലുള്ളാഹി എന്നത് നബിയുടെ വിശേഷണമാണ്. ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തിന്മയും ബിദ്അത്ത് പ്രചാരണവും തടയാൻ പോലും ഞങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ക്ലിപ്പിങ്ങുമായിട്ട് വരൂല. അതായിട്ട് നിങ്ങൾ വരരുത്, മത്സരിക്കാൻ വരരുത്. വായയിട്ട് വായ
രേഖ വേണമെങ്കിൽ മാസികകളിലാണെങ്കിൽ അങ്ങനെയാവാം, സംവാദം അങ്ങനെയും പറ്റുമല്ലോ. പേജിൽ എത്ര നിങ്ങൾ സംവാദം നടത്തുന്നുണ്ട് നിങ്ങൾ നോക്കി. സങ്കടം വരുന്നത് നമ്മൾ വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൗലൂദുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വലിയ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം അവിടുത്തെ ആളുകൾ നിർബന്ധമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രസംഗമുണ്ടാക്കി. നമ്മൾ പോയി പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ നിങ്ങൾ മൗലിദ് കിതാബുകൾ എന്ന പേരിൽ പ്രചാരപ്പെട്ട ഏത് കിതാബുകൾ കൊണ്ടുവന്നാലും അതിൻ്റെ ചട്ടക്കുള്ളിൽ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്ന അംഗീകരിക്കുന്ന ഏത് മൗലൂദിലുള്ളതും സത്യമാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാകൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഒരു മറുപടിയുമില്ലാതെ ആ ഇടപാടും പ്രസംഗവും തൽക്കാലം നിർത്തിപ്പോയ കൂട്ടര് അൽ-ഇസ്ലാഹ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം ഈ കാളമൂത്രം ഒന്നിച്ച് വിസർജിക്കുന്ന ഒരു സാധനം, ആ സാധനത്തിൻ്റെ അകത്ത് എഴുതാണ്. അവസാനത്തെ അടവായിട്ട് നജീബ് മൗലവിനെയും കൊണ്ടുവന്നു. അവസാനത്തെ അടവായിട്ട് ആരെ കൊണ്ടുവന്നോലോ? APക്കാർ കൊണ്ടുവന്നു. അതിലാരോപിക്കുക. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ അതിന് തയ്യാറാകുന്ന എവിടുന്നോ വിളിയാളം മുഴങ്ങിയപ്പോൾ മൂപ്പര് വണ്ടി പോയി. ഇതൊക്കെ കേൾക്കുന്നതല്ലേ? എവിടുന്നോ വിളിയാളം മുഴങ്ങിന്നാ, എവിടുന്നോ വിളിച്ചു പറഞ്ഞപ്പോൾ മൂപ്പര് വണ്ടി പോയിന്നാ. വിളിച്ചു പറയണ്ട, സംഘടിപ്പിച്ചവരുണ്ട്, പറയുന്ന മുസ്ലിയാരുണ്ട്. ഇവരുടെ കയ്യിലോ ഇവരുടെ ഏതെങ്കിലും ബന്ധപ്പെട്ടവരുടെ കയ്യിലോ നിങ്ങൾ സമ്മതിക്കുന്ന ഒരു രേഖ തന്നാൽ അൽ-ഇസ്ലാഹുകാരുമായി സംവാദമാകാം. അൽ-ഇസ്ലാഹുകാരൻ്റെ മൂത്താപ്പ പാർട്ടിയുമായിട്ടാകാം. എന്നിട്ടല്ലേ അൽ-ഇസ്ലാഹുകാരൻ്റെ മൂത്താപ്പ അതിലെഴുതുന്നവർ ഇരുന്നോട്ടെ പോലെ മൂത്താപ്പയായിട്ട് സംവാദം നടത്താം. ഇതെന്തുകൊണ്ടാണ്? ഇത് അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട്. ഈ ദീനിൽ പ്രമാണങ്ങളുണ്ട്. ഈ ദീനിൻ്റെ പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന സത്യമായ ആചാരം. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അതൊരിക്കലും പിഴക്കുകയില്ല. ഈ ബോധ്യം കൊണ്ടാ, അഹങ്കാരമല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വലുപ്പം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണത്തിൻ്റെ വലുപ്പം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണത്തെ നമ്മുടെ പരമസ്വാർത്ഥരായ നിസ്വാർത്ഥരായ ഉലമാക്കൾ, ആ നിസ്വാർത്ഥരായ ഉലമാക്കൾ നമ്മുടെ ഈ ദീനിനെ തെളിയിച്ച് വെളിയിച്ച് വളരെ കൃത്യമായി വിവരിച്ചു തന്നതിൻ്റെ വലുപ്പം കൊണ്ട് നിങ്ങളുടെ വിദണ്ഡവാദങ്ങളുടെ മുനയൊടിക്കാൻ അഹ്ലുസുന്നത്ത് പക്ഷത്തിന് സാധിക്കും, സുന്നി ജമാഅത്തിന് സാധിക്കും. അതുകൊണ്ട് സുന്നി ജമാഅത്തിനെതിരെ വസ്തുതയാണ് ശിർക്ക്, ആരോപണമല്ല. സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ വരുന്ന മൗലവി ഇക്കാര്യത്തിൽ പ്രതികരിക്കണം. തൗഹീദ് ശിർക്കിന്റെ നിർവചനം പറയണം. പ്രവൃത്തി കൊണ്ട് തൗഹീദ് വരുമോ? പ്രവൃത്തി കൊണ്ട് ശിർക്ക് വരുമോ? ശിർക്കിന്റെ ശരി നിർവചനമെന്ത്? തൗഹീദിന്റെ ശരി നിർവചനമെന്ത്? ഇബാദത്തുള്ള എന്ന് തൗഹീദിനും ഇബാദത്ത് വൈരില്ല എന്ന് ശിർക്കിനും വെക്കുന്നതാണ് നിങ്ങളുടെയും അഭിപ്രായമെങ്കിൽ ഞാൻ ഈ ചോദിച്ച സംശയങ്ങൾക്കൊക്കെയും മറുപടി പറയണം. നന്ന ചുരുങ്ങിയത് പരലോകത്തെ സംബന്ധിക്കുന്ന ഹദീസിൽ ഒരു ഖൈറും ചെയ്യാത്ത ഒരാൾ വരും, അയാൾക്ക് ഈമാനുണ്ട്, തൗഹീദുണ്ട്, അതുകൊണ്ട് തൗഹീദ് മാനിച്ച് അയാളെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്ന് മുത്തനബി പറഞ്ഞ ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ പറഞ്ഞ അദ്ദേഹത്തിന് ഇബാദത്തുള്ള ഇല്ല, അള്ളാഹു മാത്രമാണ് ഇലാഹും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനും എന്ന് അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ആ അംഗീകരണമുള്ള തൗഹീദിനെ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുന്നത്. അദ്ദേഹം ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം മുവഹിദല്ലേ, അദ്ദേഹത്തിന് തൗഹീദ് ഇല്ലേ എന്ന് മറുപടി പറയണം. അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ വേറെ ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തിക്ക് ഒരു ഇബാദത്തും ചെയ്തില്ലെങ്കിൽ അയാൾ മുശ്രിക്കല്ല എന്ന് പറയാൻ ഇവിടെ വരുന്ന മൗലവിക്ക് ധൈര്യമുണ്ടോ? മുജാഹിദ് വഹാബി പ്രസ്ഥാനത്തിന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത് പറയണം. മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇവ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ആലോചിക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആളുകളെയും പ്രത്യേകം ഉണർത്തുകയാണ്. ആ വിധം വെറുതെ നിർലജ്ജം പ്രമാണങ്ങളില്ലാതെ തെളിവില്ലാതെ ഈ സമുദായത്തിൻ്റെ പേരിൽ ശിർക്കാരോപിക്കുകയും അത് മതം ഗുണകാംക്ഷ എന്ന ഗുണകാംക്ഷയുടെ പേരിൽ കണക്കെഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജുഗുപ്സാവഹമായ ഏറ്റവും നീചമായ പ്രവർത്തനം 4 മാസക്കാലം തുടർന്നു. ഇവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിൻ്റെ പേരിൽ ചെലവഴിച്ചു. ഇവർ ഇപ്പോൾ വഹാബികളുടെ യോഗത്തിൻ്റെ ഒക്കെ എന്താ റിപ്പോർട്ടറുകൾ, മനോരമൻ്റെയും മാതൃഭൂമിൻ്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ ഈ ഗുണകാംക്ഷയുടെ സാധനത്തിൻ്റെ നമ്മൾ അസൂയുകൊണ്ട് പറയല്ല, അതിനൊക്കെ വകുപ്പുണ്ട് വരെ കയ്യിൽ. പണ്ട് വഹാബികളെ വല്ലതും ഇങ്ങനെ നടക്കുമോ? ഇത്ര വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്,
മാധ്യമ സ്വാധീനമുണ്ട്, സമ്പദ് സ്വാധീനമുണ്ട്, അണികളുടെ സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്. ഉണ്ടെങ്കിലും പ്രമാണങ്ങളുടെ സ്വാധീനമില്ല, ശറഇന്റെ പിൻബലമില്ല, അള്ളാഹുവിൻ്റെ ഒതക്കമില്ല, റസൂലുള്ളാഹിന്റെ സഹായമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും സഹായമുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഭാഗം ഒരിക്കലും മടിച്ചു നിൽക്കേണ്ട തൗഫീഖുള്ള ഉലമാക്കൾ സഞ്ചരിച്ച വീതിയാണ് നമ്മുടേത്. നമ്മളെ സുന്നികൾ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മൗലവിമാരായിരിക്കാം, സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകളിൽ നിങ്ങൾക്ക് പല വിയോജിപ്പുകളും ഉണ്ടായിരിക്കാം, അവർ നടത്തുന്ന പരിപാടികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അനിഷ്ടമുള്ളതും ഉണ്ടാകാം. പക്ഷേ ഇന്നത്തെ ആളുകളെ മാത്രമല്ല നിങ്ങൾ സുന്നിയായി കാണേണ്ടത്. നബി മുതൽക്ക് ഇന്ന് വരെ കഴിഞ്ഞ 15 നൂറ്റാണ്ടിലെയും ഉമ്മത്ത് മുസ്ലിമത്തിലെ നായകരായ ഉലമാക്കളാണ് നമ്മുടെ ഉലമാക്കൾ. ആ ഉലമാക്കൾ നിസ്വാർത്ഥരായിരുന്നു, ആ ഉലമാക്കൾ ഭക്തന്മാരായിരുന്നു, ആ ഉലമാക്കൾ ഔലിയാക്കളായിരുന്നു, ആ ഉലമാക്കൾ മുത്തക്കികളായിരുന്നു. റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ എന്ന് കൂട്ടിച്ചേർക്കാതെ വഹാബികൾക്ക് പോലും പറയാൻ പറ്റാത്ത വലിയ ഉലമാക്കൾ. ആ ഉലമാക്കളുടെ വഴിയാണ് നമ്മുടെ വഴി. അതാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നത്. അതിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ദോഷികളാകാം, നമ്മൾ പാപികളാകാം, നമ്മൾ തെറ്റുകാരാകാം. അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞല്ലേ, അവസാനം ദുന്യാവിനോടുള്ള വിരുഷം കൂടും, ഹഫിയത്തായ ഗൂഢമായ മോഹങ്ങൾ വരും, ദുന്യാവിൻ്റെ താല്പര്യത്തിന് വേണ്ടി നോമ്പൊഴിവാക്കും, ഇബാദത്തുകൾ ഒഴിവാക്കും. ഇത് ഈ സമുദായത്തിൻ്റെ മേൽ നബി പേടിച്ചിട്ടുണ്ട്. ആ പേടിച്ചത് ഇവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ചെറിയ ക്യാമ്പയിൻ വഹാബി പക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടോ? അതിനെതിരെയാണ് ഞങ്ങളുടെ വയലുകളൊക്കെ. അതിൻ്റെ പേര് പാതിരാ പ്രസംഗം, അതിൻ്റെ പേര് പാതിരാ പ്രസംഗം. ഇവിടെ നടക്കുന്ന വയലൊക്കെ ദുന്യാവ് ദുന്യാവ് നിർത്തി നടക്കുന്നതും ആഖിറത്തെ ശ്രദ്ധിക്കണേന്ന് ഉണർത്തുന്നതുമായ വയലുകളാണ്. ആ വയലുകളെ പാതിരാ പ്രസംഗങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളവർ ഈ സമുദായത്തിൻ്റെ മേലിൽ നബി ഏറ്റവും അധികം പേടിച്ചതും ഏറ്റവും ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്ന കാര്യവുമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയ താക്കീത് ചെയ്ത വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തണ്ടേ? അതൊന്നുമില്ല, അതിനിവർ തയ്യാറുമല്ല. ഈ രീതിയിൽ ശിർക്കാരോപിക്കൽ മാത്രമായി ഇവരുടെ അജണ്ട. അതുകൊണ്ട് ഇതുമാത്രം അജണ്ടയായി നടക്കുന്ന കക്ഷിയെ തിരിച്ചറിയണമെന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കണക്കിന് തിരിച്ചറിയണം. ചിലരുണ്ട് നമ്മളെ പ്രസംഗം നടക്കുമ്പോൾ അത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിക്കുകയാണ്, വിഭാഗീയത ഉണ്ടാക്കുകയാണ്, സംഗതി പറയാണ്. വിദ്യാർത്ഥികാരെ സുന്നികൾ പറയുമ്പോൾ മാത്രം സുന്നികളെ വിദ്യാർത്ഥികാർ ഈ ലോകത്ത് 4 മാസം മീഡിയകളിലും വാർത്തകളിലും സ്റ്റേജുകളിലും പേജുകളിലും മുഴുക്ക ശിർക്കാക്കിയിട്ട് അപ്പം ഭിന്നിപ്പിക്കലില്ല. അപ്പം സമുദായത്തെ ഭിന്നിപ്പിക്കണ പ്രശ്നമല്ല, അവിടെ സമുദായത്തെ അക്കാക്ക പ്രശ്നമല്ല. അതൊക്കെ നിങ്ങൾക്ക് സുഖമോലെ അതിനെ ആശംസിക്കാനും അതിനെ ആശീർവദിക്കാനും അതിനെ അഭിനന്ദനം രേഖപ്പെടുത്താനും നിങ്ങൾ നേതാക്കന്മാരൊക്കെ സജ്ജർ. നമ്മൾ സുന്നികളുടെ പേരിൽ വല്ലതും പറയുമ്പോഴേക്ക് അത് വിഭാഗീയതയാണ്, തർക്കമുണ്ടാക്കലാണ്, പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തൂല, അതങ്ങോട്ട് കൊടുത്തൂടാ അങ്ങോട്ട് കൊടുത്തൂടാ. ഇതൊക്കെ പാവപ്പെട്ട സമുദായം തിരിച്ചറിയും. നിങ്ങൾ വലിയ മാധ്യമ സ്വാധീനമുള്ളവരാകാം, നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാകാം, നിങ്ങൾ സാമ്പത്തിക സ്വാധീനമുള്ളവരാകാം. നിങ്ങൾ വഹാബികളെ പിണക്കിയാൽ നിങ്ങൾക്ക് വോട്ടിൽ തിരഞ്ഞെടുപ്പിൽ വളരെ തിരിച്ചടി ഏൽക്കുമെന്ന ഭയമുണ്ടാകാം. ഞങ്ങളിൽ നിന്ന് അതൊന്നും കിട്ടൂല. സാധുക്കളല്ലേ, പാവങ്ങളല്ലേ, ഞങ്ങൾ തെറ്റിക്കൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ സോപ്പിടാം, എങ്ങനെ കൊണ്ടിടക്കാം. ഏതെങ്കിലും ഉത്തമരായ സുന്നി നേതാക്കളെ മുന്നിൽ കാണിച്ച് അവർ ആഹ്വാനം ചെയ്താൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ എപ്പോഴും ഈ സമുദായത്തെ പറ്റിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഓർക്കണം, അവർ പ്രത്യേകം തിരിച്ചറിയണം, സമുദായത്തെ ഭിന്നിപ്പിക്കാൻ നടക്കുന്നത് ആരാണ്? സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ശിർക്കാരോപിക്കുന്ന ഈ വിഭാഗത്തെ ശിർക്കാരോപിക്കുന്നതിനൊന്നും തടയി. ശിർക്കാരോപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളെന്നാണ് ഈ പറയുന്നത്. ഇതൊന്ന് തടഞ്ഞു വെക്കാൻ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കാവുമോ? ഇത് തടഞ്ഞു വെക്കാൻ സാമ്പത്തിക പിൻബലമുള്ള മുതലാളിമാർക്കാകുമോ? ഇത് തടഞ്ഞു വെക്കാൻ മുസ്ലിങ്ങളായ വലിയ മാധ്യമ സ്വാധീനമുള്ളവർക്കാകുമോ? എങ്കിൽ നമ്മൾ വിജയിച്ചു. സമുദായം 3/4 നൂറ്റാണ്ടുകാലം വിസർജിച്ചത് വളരെ ഗൗരവതരത്തിൽ വിസർജിച്ച് ഈ സമുദായത്തിൻ്റെ മേൽ ശിർക്കാരോപിക്കുമ്പോൾ മദ്ലൂമുകളായ മർദ്ദിതരായ ചൂഷിതരായ ഈ സാധുക്കൾ അള്ളാഹിനോട് ദുആ ചെയ്യും. അതെങ്കിലും പേടിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഈ ശിർക്കാരോപണം മതത്തിൻ്റെ പേരിലും ഗുണകാംക്ഷയുടെ പേരിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങൾ കൊണ്ട് സഹായിക്കില്ല എന്ന നിലക്കു തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ വിഭാഗത്തോട് പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ, സത്യത്തിൻ്റെ വെളിച്ചത്തിൽ, ഏതെങ്കിലും തെളിവുകളുടെ വെളിച്ചത്തിൽ ന്യായമായ പരസ്യമായ സംവാദത്തിനുള്ള സുതാര്യമായ വ്യവസ്ഥയിലൂടെ ശരിക്കും സംവാദം നടത്താൻ തയ്യാറാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരിൽ സംഘടിച്ച കേരള സുന്നി ജമാഅത്ത്.
ഇതിൻ്റെ മുന്നിൽ സംസ്ഥാനമെന്നില്ല, ഇതിൻ്റെ മുന്നിൽ സമസ്ഥാനില്ല. ഇതൊക്കെ ബോധപൂർവം ഇത് രൂപീകരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ 4 സുന്നി സംഘടനകളോടും ഇതിൻ്റെ ബൈലോ അയച്ചു കൊടുത്തുകൊണ്ട് അംഗീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സുന്നി ജമാഅത്ത് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സുന്നി ജമാഅത്തിൻ്റെ അജണ്ട ബിദ്അത്തിനെതിരെയുള്ള അജണ്ടയാണ്. ഈ അജണ്ട വെച്ചുകൊണ്ട് തന്നെ തെക്കും വടക്കും ബിദ്അത്തുകാർ നടത്തിയ എല്ലാ തേരോട്ടങ്ങൾക്കെതിരെയും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പ്രതികരിക്കുവാൻ ഈ സംഘത്തിനും ഈ സംഘത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ സംഘം മുന്നോട്ട് ഗമിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം. ദീനിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവിധ ഒത്താശകളും വേണം, സഹായങ്ങൾ വേണം. എല്ലാ വിധത്തിലും ഈ സംഘത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.